എന്താ നീ എങ്ങനെ ഞങ്ങളെ തല്ലിട്ട് ഇവിടുന്ന് ആളായി പോകണ്ട. തല്ലിക്കൊല്ലടാ ഈ വരുത്തനെ. വരില്ലടാ. അല്ല, നിക്കാൻ നേരമില്ലല്ലോ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറയുമായിരുന്നു. അതിനി ഒരിക്കലാവാന്നേ. എന്നാ പിന്നെ യാത്രയില്ല. ഓക്കെ. നീ ഇതിന് ടെൻഷൻ ഒന്നും അടിക്കണ്ട. അങ്ങനെ ഒന്ന് നടത്തി നോക്ക്, എല്ലാം ശരിയാവും. എന്നാ ശരി, ഞാൻ വരട്ടെ. ശരി. ഭാമേ, പരിഹാരം ഉടനെ ചെയ്യണം. ശാലിനിയുടെ വിഷ്ണുവിന്റെ ജീവിതമേ അങ്ങനെ വഴിയാധാരമായിക്കൂടാ. പറഞ്ഞ സ്ഥലത്തൊന്നും അവർ ചെന്നിട്ടില്ലല്ലോ ശാരദാമ്മേ. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇവരുടെ ഈ പോക്ക് കാരണം ഞാനൊരു പോള കണ്ണടച്ചിട്ടില്ല. മക്കൾ അപകടം വിളിച്ചു വരുത്തുമ്പോ അമ്മമാർക്ക് എങ്ങനെയാ കിടന്ന ഉറക്കം വരിക? എല്ലാം എന്റെ തെറ്റ്. എനിക്ക് അവരെ തടയാൻ പറ്റിയില്ല, അത്ര തന്നെ. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? ശാരദാമ്മ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. പിന്നാലെ ചെന്നിട്ട് തടയാൻ പറ്റിയ സ്ഥലമല്ലല്ലോ. അല്ല, ഇപ്പൊ എവിടെയാ മീറ്റിംഗ്? അതേതോ കാടിന് സമീപത്തോ മറ്റേയാ. ആ ജോത്സ്യൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ സംഭവിച്ചിട്ടുമുണ്ട്. ഈ യാത്ര ഒരിക്കലും പാടില്ലെന്നും അപകടം ഉണ്ടാവുമെന്ന് അയാൾ മുൻകൂട്ടി പറഞ്ഞതാ. ശാരദാമ്മ എന്തായാലും ഏട്ടത്തിയും കൂടെ ഫോൺ ചെയ്ത് നോക്ക്. അല്ല, ചിലപ്പോ അവർക്ക് റേഞ്ച് കിട്ടിയാലോ, കാര്യം പറയാലോ. ഞാനെന്തായാലും ആശാൻ ഒന്നും കൂടി വിളിച്ചു നോക്കട്ടെ. കിട്ടുന്നില്ലടാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനെന്തായാലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കാം ശാരദാമ്മേ. അല്ല, അവരിപ്പോ ഉള്ളത് എവിടെയെന്ന് അറിയാതെ നമ്മളിപ്പോ എന്താ ചെയ്യാം? ആശാന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, കുട്ടി. അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനെന്തായാലും അവനെ വീട്ടിൽ പോയിട്ട് ഒന്ന് അന്വേഷിക്കട്ടെ. ചിലപ്പോ അവനെ വിളിച്ചിട്ടുണ്ടെങ്കിലോ. ഈശ്വര, ബെല്ലുണ്ട്. മോളെ ശാലിനി, എടി, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടപ്പോ മുതൽ ഞാൻ നിങ്ങളെ വിളിക്കാൻ ശ്രമിക്കുക. എന്താ അമ്മ, എന്തു പറ്റി? നിന്റെ കൂടെ ശിവനുണ്ടോ? ആ ഉണ്ട്, വണ്ടി ഓടിച്ചോണ്ടിരിക്കും. എങ്കിൽ മോളൊന്ന് വണ്ടി നിർത്താൻ പറ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വണ്ടി ഒന്ന് നിർത്തൂ. ഇനി പറയാമേ, എന്താ അമ്മയ്ക്ക് പറയാനുള്ള? മോളെ, നിങ്ങൾ പോകുന്ന കാര്യം അറിഞ്ഞപ്പോ ഞാൻ നമ്മുടെ ജോത്സ്യന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ആ ചിതാഭസ്മം പാപനാശിനിയിൽ ഒഴുക്കരുതെന്നാ. ഒഴുക്കണ്ടെന്നോ? അതെന്താ അങ്ങനെ? വിഷ്ണുവിന്റെ ജീവനോടുള്ള ഹൃദയം വെച്ചോണ്ട് ശിവന്റെ സാന്നിധ്യത്തിൽ ഈ കർമ്മം ചെയ്താൽ അനിഷ്ടങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാ ശാലിനിയോട് പറയുക?
വിഷ്ണുവിന്റെ ഹൃദയമാണ് ശിവന്റെ ശരീരത്തിൽ ഇരിക്കുന്നതെന്ന് പറയാനും പറ്റില്ലല്ലോ ദൈവമേ. എന്താ അമ്മേ, എന്ത് ദോഷം ഉണ്ടാവുന്ന പറഞ്ഞേ? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. നിങ്ങളിപ്പോ അതൊന്നും ചെയ്യാതെ എത്രയും പെട്ടെന്ന് ആ ചിതാഭസ്മം കൊണ്ടിങ്ങി തിരിച്ചു പോര്. ഇതിപ്പം ഇത്രയും വരെ വന്നിട്ട് ആ കർമ്മം നടത്താതെ എങ്ങനെയാ പോരുന്നേ? എടി, ഇത് അപകടമാണ്. ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. എടി ശാലിനി, മോളെ, ഹലോ. എന്താ നീ എങ്ങനെ ഞങ്ങളെ തല്ലിട്ട് ഇവിടുന്ന് ആളായി പോകണ്ട. തല്ലിക്കൊല്ലടാ ഈ വരുത്തനെ. വരില്ലടാ. അരുത്. ഞങ്ങള് പാപനാശിനി പുഴയിലെ ചിതാഭസ്മം ഒഴുക്കാൻ വന്നതാണ്. തടസ്സം നിൽക്കരുത്. ഏയ്, ഒന്നും ചെയ്യില്ല. രണ്ടിന്റെ ശവം ഞങ്ങള് പാപനാശിനി പുഴയിൽ അങ്ങ് ഒഴുക്കാൻ പോവുക. കുത്തി കീറടാ അവനെ.